ഹായ്, ഇന്ന് ഒരു ടേസ്റ്റി തക്കാളി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാദ്യം വേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ്. തക്കാളിയുടെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 4 കഷ്ണങ്ങളാക്കി എടുക്കുക. പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ചൂടായതിന് ശേഷം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഈ 4 തക്കാളിയുടെ കഷ്ണങ്ങൾ നമുക്ക് നിരത്തി വയ്ക്കാം. നിരത്തി വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് വെതറി കൊടുക്കുക. അധികം വേണ്ട, കുറച്ച് മതി. വെതറി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം, ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. 3 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് വീണ്ടും ഇതേപോലെ തന്നെ അടച്ചു വെക്കുക. 3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നോക്കുക. തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ടോ നോക്കുക. തക്കാളിയുടെ സ്കിന്ന് സോഫ്റ്റ് ആവണം, അത് റിമൂവ് ചെയ്യാനുള്ളതാണ്. സോഫ്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അത് തിരിച്ചിട്ടിട്ട് വീണ്ടും അടച്ചിടാം. ഈ തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട്, അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നാടൻ തക്കാളി ആണെങ്കിൽ ഇത്ര ടൈം എടുക്കില്ല, വേഗം സോഫ്റ്റ് ആവും. നമുക്ക് വേഗം സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാൻ തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. വാഷ് ചെയ്യണ്ട, ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അതിനുശേഷം 1/2 ടീസ്പൂൺ നല്ലെണ്ണ വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ചൂടാകുമ്പോൾ 7 വറ്റൽമുളക്, എൻ്റെ കയ്യിൽ ഉണ്ടമുളകാണ്, നീളമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിടാം. 10 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. കുറച്ച് വേപ്പിൻ്റെ ഇല ഇടാം. നന്നായി വഴറ്റെടുക്കുക. ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കളറ് മാറുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം നന്നായിട്ട് വഴണ്ട് വരണം. ഇനി ചെയ്യേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ച തക്കാളിയുടെ സ്കിന്ന് റിമൂവ് ചെയ്യാണ്. എല്ലാ സ്കിന്നും റിമൂവ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ തന്നെയാണ് വീണ്ടും ചേർക്കേണ്ടത്. നല്ലെണ്ണ ചൂടാക്കുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വേപ്പിൻ്റെ ഇല ചേർക്കുക. വേപ്പിൻ്റെ ഇല ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുക. പേസ്റ്റ് ഇതിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സി കഴുകിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. പിന്നെ കായപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെ വെള്ളം വറ്റുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിക്ക് ഗ്രേവിയാണ് നമുക്ക് ഇതിനാവശ്യം. ഇതുപോലെ തിക്ക് ഗ്രേവി ആക്കി എടുക്കുക. തിക്ക് ഗ്രേവി ആയതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തക്കാളി ചമ്മന്തി ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് മാത്രമല്ല, വെള്ളപ്പത്തിനും ചോറിനും ഒരേപോലെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.